എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകസഭാ ഇലക്ഷൻ കടന്നു വരുവാണല്ലോ. നമ്മുടെ മൊബൈൽ വഴി നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനായി വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സഹായം വേണം. പ്ലേ സ്റ്റോറിലുണ്ട് ആപ്ലിക്കേഷൻ. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി വോട്ടർ ഹെൽപ്പ് ലൈൻ സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ വരും. ഇതാണ് അതിൻ്റെ ലോഗോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഫ്ലാഷ് സ്ക്രീൻ കാണാൻ കഴിയും. അതിനുശേഷം ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് നെയിം ഇൻ ഇലക്ടറൽ റോൾ എന്ന് പറയുന്നൊരു സെർച്ച് ഓപ്ഷൻ കാണാൻ കഴിയും. ആ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് അതേപോലെ നമ്മുടെ മൊബൈൽ നമ്പറും കൊടുത്ത് വോട്ടർ ലിസ്റ്റ് നമ്മുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ വോട്ടർ ID കാർഡിലുള്ള QR കോഡും ബാർ കോഡും സ്കാൻ ചെയ്ത് നമുക്ക് നമ്മുടെ വോട്ടർ ലിസ്റ്റ് നമ്മുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് നെയിം അതുപോലെ തുടങ്ങിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ നാലാമത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ വോട്ടർ ID കാർഡിലുള്ള വോട്ടർ ID നമ്പർ വെച്ച് നമുക്ക് നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും വോട്ടർ ID ലിസ്റ്റിൽ പേര് ആഡ് ചെയ്യാൻ ഉള്ളവരുണ്ടെങ്കിൽ 4-ാം തീയതി വരെ സമയം നീട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 4 വരെ സമയം നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്യാനുള്ളവർ ഇനി ആഡ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.